അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നോർമൽ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാമെന്നാണ് നോക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ മുകളിലായിട്ട് കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ ഒരു പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാം. അതായത് ഈ മെനുവിൽ ഫസ്റ്റ് കാണുന്ന നമ്മുടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഫൈൽ പേജിലേക്ക് പോകാം. ഓക്കെ, ഇപ്പോൾ പ്രൊഫൈൽ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പ്രൊഫൈൽ സെറ്റിംഗ്സിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. പ്രൊഫഷണൽ മോഡ് എന്ന പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ടേൺ ഓൺ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇതിൽ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത ഒരു പേജിൽ ഡിഫൈൻ യുവർ ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിലും നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചൂസ് യുവർ ഡിഫോൾട്ട് ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കത് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പബ്ലിക് എങ്കിൽ പബ്ലിക്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, കസ്റ്റം, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു പേജിൽ റിവ്യൂ സെലക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലിപ്പം ഹൂ ക്യാൻ സീ യുവർ പോസ്റ്റ്, സ്റ്റോറീസ്, റീൽസ് എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ ആവശ്യത്തിന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ഏണിംഗ് ടുഡേ എന്നൊരു ഓപ്ഷൻ കാണാം. അതായത് മോണിറ്റൈസേഷൻ ടൂൾസിനെ പറ്റിയൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പേജിലും ഇതുപോലെ തന്നെ യു ഹാവ് അൺലോക്ക്ഡ് ന്യൂ പ്രൊഫഷണൽ ടൂൾസ് ടു ഹെൽപ്പ് അച്ചീവ് യുവർ ഗോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അടുത്ത പേജിൽ ഇവിടെ സെലിബ്രേറ്റ് വിത്ത് എ പ്രൊഫൈൽ ഫ്രെയിം എന്നൊക്കെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫ്രെയിം, ഷെയർ ടു ഫീഡ് എന്നൊക്കെ കൊടുക്കാം. നമുക്ക് ഈ രീതിയിൽ കൊടുക്കാവുന്നതാണ്. കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇവിടെ പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഈ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രൊഫഷണൽ മോഡാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ പ്രൊഫൈൽ പേജിൽ വന്നത് ടേൺ ഓഫ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.